നമസ്കാരം. ഗുരുവായൂർ ഏകാദശി നാളെയാണ്. ഏവരും കാത്തിരിക്കുന്നതായ ദിവസം നാളെയാണ് എന്ന് പരാമർശിക്കാം. നാളെ ഗുരുവായൂർ ഏകാദശി മുതൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഗുരുവായൂർ ഏകാദശി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മറ്റ് പ്രധാനപ്പെട്ടതായ മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക. എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രത്യേകിച്ചും ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരവും അല്ലാതെയും നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് കുടുംബ സൗഖ്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. പല കാര്യങ്ങളിലും പിന്തുണ സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സന്താനങ്ങൾക്ക് ശ്രേയസ് വന്നു ചേരും. സന്താനങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സൽഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതായ സമയമായി മാറും. ഭൗതിക രംഗത്തും നേട്ടങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു, അഥവാ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. രണ്ടാം ഭാവാധിപന് മൗഢ്യവും വക്രവും തുടരുകയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധാപൂർവം എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ചില പദവികളോ മറ്റ് കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പിണക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പ്രത്യേകിച്ചും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ പ്രത്യേകിച്ചും ധനപരവും അല്ലാതെയും നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. കാര്യസിദ്ധി വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം. പല വിധത്തിലുള്ള തടസ്സങ്ങളെയും അവഗണിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. സ്ഥാനലബ്ധി ലഭിക്കാം. ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. ആരോഗ്യനില മെച്ചപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുരോഗതി ദൃശ്യമാകുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. പല കാര്യങ്ങളിലും ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമാകുന്ന സമയം കൂടിയാകുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യാപാരത്തിൽ സാമാന്യമായ പുരോഗതി വന്നു ചേരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിച്ചതായ സഹായധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യവുമാണ് വന്നു ചേരുക. അനാവശ്യമായ നിർബന്ധ ബുദ്ധി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദോഷകരമായി തീരാം. എന്നാൽ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. വ്യാപാരത്തിലെ പലവിധ തടസ്സങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കലാ കായിക മത്സരങ്ങളിൽ പോലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹ കാര്യങ്ങളിൽ പോലും കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. സർക്കാരിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതികൾ ലഭിക്കാം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും സഹായമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും, അഥവാ അനുരഞ്ജനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം.
വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അപകടങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനക്കുറവ് ഉണ്ട് എങ്കിൽ പോലും അത് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചില മുന്നേറ്റങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഉന്നത പദവികൾ നിങ്ങളെ തേടിയെത്തുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പിതൃസ്വത്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ ആദായം ലഭിച്ച് തുടങ്ങുകയോ ചെയ്യാം. പല കാര്യങ്ങളിലും നിയന്ത്രണം അനിവാര്യമാണ് എന്ന ബോധ്യം വരികയും അത് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാകുന്നു. ശുഭവാർത്തകൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നു എന്ന് വരാം. ആഡംബരപൂർണമായ ചില വസ്തുക്കൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായും അനുകൂലമായ സമയം തന്നെ വന്നു ചേരും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ഈ സമയം അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിമർശിക്കുവാൻ ആളുകൾ ഏറെ ഉണ്ടാകും എങ്കിൽ പോലും അത് അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചുമതലകൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനും കൂടാതെ അവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിജീവന ശക്തി ജീവിതത്തിൽ വന്നു ചേരാം. ധനവിനിയോഗം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് സന്തോഷം പകരുന്ന യാത്രകൾ, സന്തോഷകരമായ അല്ലെങ്കിൽ ശുഭവാർത്തകൾ തേടിയെത്തുക, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളിലും ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ജോലി ലഭിക്കുക, താൽക്കാലിക ജോലി ലഭിക്കുക, പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലും അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. പൂരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പുതിയ വഴികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയം. പ്രയത്നം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച അല്ലെങ്കിൽ സൗഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല കലഹങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയമാകുന്നു. മക്കളുടെ ഭാവി ശ്രേയസിനായി ചില പ്രവർത്തനങ്ങൾ നടത്തുക തന്നെ ചെയ്യും. കൂടാതെ സർവ്വകാര്യത്തിലും അല്പം ശ്രദ്ധ വേണം എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ന്യായമായ ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതാകുന്നു. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും സഹായം ലഭിക്കാവുന്ന സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വരുമാനത്തിലെ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകളുണ്ട്. നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. അല്പം ശ്രദ്ധ ജോലിക്കാര്യത്തിൽ പുലർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് മാറ്റത്തിന്റെ കാറ്റ് ദൃശ്യമാകുന്നതായ സമയമാകുന്നു.
വ്യവസായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്, തൊഴിൽ, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകാവുന്നതാണ്, അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില ആശ്വാസകരമായ നിമിഷങ്ങൾ, സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ അത് സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകാവുന്നതാണ്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറിയ കടങ്ങൾ ചിലത് വീട്ടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വാഹനം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നീട്ടി വയ്ക്കേണ്ടതായ സ്ഥിതി ഉണ്ട് എങ്കിൽ പോലും അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അഭിമാനിക്കുവാൻ സാധിക്കുന്ന ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആദായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുക തന്നെ ചെയ്യും. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനും അല്ലെങ്കിൽ ഗുണകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. ഏർപ്പെടുന്നതായ തൊഴിലിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം, അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യകാര്യത്തിൽ അല്പം പുരോഗതി ദൃശ്യമാകും. വാഹനം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രരായി തീരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ കുടുംബ ബന്ധത്തിൽ പരസ്പര ധാരണ അല്ലെങ്കിൽ തർക്കങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കൂടുതൽ തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില വായ്പകൾ തിരിച്ചടയ്ക്കാനോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. പണവരവ് അനുകൂലമായി തീരാവുന്നതാണ്. ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. കൂടാതെ അധ്വാനഭാരം തെല്ല് കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം കർമ്മമണ്ഡലത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ മാറുക, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ഉരുവിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക.